സാർ എൻ്റെ ലൈഫിൽ എനിക്ക് പഴയ ഞാനായാൽ മതി. ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു, ഞാൻ നല്ലപോലെ ചിരിച്ചിരുന്നു, ഞാൻ നല്ലപോലെ ഒരുപാട് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ അത് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. എൻ്റെ ക്ലയൻസിൽ ഏറ്റവും നല്ലൊരു പെർസെൻറ്റേജ് വരുന്നത് ഹൗസ് വൈഫാണ്. ഈ ഹൗസ് വൈഫായിട്ടുള്ള ആളുകൾ എന്നോട് പറയുന്ന ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ, സാർ എൻ്റെ ലൈഫിൽ എനിക്ക് പഴയ ഞാനായാൽ മതി. ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു, ഞാൻ നല്ലപോലെ ചിരിച്ചിരുന്നു, ഞാൻ നല്ലപോലെ ഒരുപാട് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ അത് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ പഴയ ജീവിതത്തിലേക്ക് മാറണം എന്ന് പറഞ്ഞിട്ടാണ് അധിക ആളുകളും എൻ്റെ അടുത്ത് വരാറുള്ളത്. അവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പഴയ ഞാനാവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഈ ന്യൂ ഇയറിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഇനിയും പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നതിലുപരി പഴയ നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സെൽഫിനെ മൂടി വെക്കുന്ന രീതിയിൽ നിങ്ങളെ ലൈഫിലേക്ക് പലതും കടന്നു വന്നിട്ടുണ്ടാവും, പല ഹാബിറ്റും കടന്നു വന്നിട്ടുണ്ടാവും, പല പേഴ്സൺസും കടന്നു വന്നിട്ടുണ്ടാവും, പല സിറ്റുവേഷൻസും കടന്നു വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പഴയ നിങ്ങളെ മൂടി വെക്കുന്ന രീതിയിൽ കടന്നു വന്നിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിനെടുത്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതെല്ലാം ഫിസിക്കലി ഉള്ളൊരു റിമൂവ് ചെയ്യുക എന്നതിലുപരി നിങ്ങൾക്ക് മെൻ്റലി അല്ലെങ്കിൽ ഇമോഷണലി അതിൽ നിന്ന് ഒന്ന് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ആ സമയത്ത് തന്നെ നിങ്ങളെ പഴയ നിങ്ങളിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്.